അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം മുതൽ 51 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ തിരുചരണങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. ഇത്യുക്ത്വാ നിസൃതാ മാതാ ധാത്രേയീ സംയുതാ തദാ വിപ്രൈർദത്താശിഷഃ സർവേ നിര്യയുർഹർഷസംയുതാം. വാരാണസ്യാം തതഃ പ്രാപ്താ രഥേനൈകേന രാഘവ ജ്ഞാത സുബാഹുനാ തത്ര പൂജിതശ്ചാർഹണാദിഭിः. നിവേശാർത്ഥം ഗൃഹം ദത്തമന്നപാനാദികം തഥാ സേവകം സമനുജ്ഞാപ്യ പരിചര്യാർത്ഥമേവ ച. മിളിതാസ്ത്വധരാജാനോ നാനാദേശാധിപാ കില യുധാജിതപി സംപ്രാപ്തോ ദൗഹിത്രേണ സമന്വിത. കരൂഷാധിപതിശ്ചൈവ തഥാ മദ്രേശ്വരോ നൃപ സിന്ധുരാജസ്തഥാ വീരോ യോദ്ധാ മാഹിഷ്മതീപതി. പാഞ്ചാല പർവതീയശ്ച കാമരൂപോതിവീര്യവാൻ കർണാടശ്ചോളദേശീയ
വൈദർഭശ്ച മഹാബല അക്ഷൗഹിണീ ത്രിഷഷ്ടിശ്ച മിളിതാ സംഖ്യയാ തദാ വേഷ്ടിതാ നഗരീ സാതു സൈന്യൈ സർവത്ര സംസ്ഥിതൈ ഏതേ ചാന്യേ ച ബഹവഃ സ്വയംവരദിദൃക്ഷയാ മിളിതാസ്തത്ര രാജാനോ വരവാരണസംയുതാ അന്യോന്യം നൃപപുത്രാസ്തേ ഇത്യൂചുർമിളിതാസ്തദാ സുദർശനോ നൃപസുതോ ഹ്യാഗതോസ്തി നിരാകുല ഏകാഗീരഥമാരുഹ്യ മാത്രാ സഹ മഹാമതി വിവാഹാർത്ഥമിഹായാത കാകുൽസ്ഥ കിം नु സാമ്പ്രതം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാലക്ഷ്മ്യൈ നമഃ. ശ്രീമഹാസരസ്വത്यै നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം മുതൽ 51 കൂടിയുള്ള 10 ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മയും ധാത്രിയും കൂടി ഒപ്പം പോകാനൊരുങ്ങിനാൻ ആശംസകളേറ്റുവാങ്ങി പുറപ്പെട്ടല്ലോ. വാരാണസി തന്നിലെത്തി രഥമേറി രാഘവനും വന്നല്ലോ. സുബാഹുരാജൻ സ്വീകരിച്ചല്ലോ. താമസിക്കാൻ ഗൃഹമേകി അന്നപാനാദികൾ നൽകി പരിചരണത്തിനായി സേവകരെയും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നാനാദേശ അധിപരാം രാജാക്കളുമെത്തിച്ചേർന്നു. ദൗഹിത്രനോടൊപ്പം യുധാജിത്തും വന്നല്ലോ. കരുഷാധിപതിയൊപ്പം മദ്രാധിപതിയും പിന്നെ സിന്ധുരാജൻ വീരൻ മാഹിഷ്മതിപതിയും പാഞ്ചാലൻ പർവതീയനും വീര്യവാനം കാമരൂപൻ കർണാടകോളരാജനും വിദർഭൻ താനും. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അക്ഷൗഹിണി 63 നഗരമോ
സൈന്യങ്ങളാൽ പൊതിഞ്ഞെന്നു തന്നെ പറയാം. ഗജേന്ദ്രന്മാർക്കൊപ്പമെത്തി നിരവധിയായിട്ടുള്ള ഭൂമീന്ദ്രന്മാർ സ്വയംവരം കാണുന്നതിനായി അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജകുമാരന്മാരപ്പോൾ പരസ്പരം പറഞ്ഞല്ലോ, രാജകുമാരൻ സുദർശനനും വന്നത്രേ. അമ്മയ്ക്കൊപ്പം രഥമേറി ഒറ്റയ്ക്കു വന്നിരിക്കുന്നു അതീവ ബുദ്ധിമാനായ കാകുൽസ്ഥൻ താനും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മീ ശരണം, ഭദ്രേ ശരണം, വാണീ ശരണം, അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മീ ശരണം, കാളീ ശരണം, ഭദ്രകാളീ ശരണം, ഭദ്രകാളീ ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗജ്ജനന്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസ സാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അതിനെ അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 264 ദിവസം ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം മുതൽ 51 കൂടിയുള്ള 10 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി സമർപ്പിച്ചത്. ഇപ്പോൾ അതിനെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ്. ഇവിടെ സ്വയംവരത്തിന് പോകാനുറച്ച സുദർശനൻ്റെ അടുത്ത് അമ്മയായ മനോരമയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. നീ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോളൂ, എങ്ങോട്ട് പോയാലും ആ ഭഗവതിയുടെ അനുഗ്രഹം നിനക്ക് എല്ലാ സമയത്തും ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ നിന്നെ
ഒരു നിമിഷാർത്ഥം പോലും പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്ത അമ്മയെ കൂടി കൊണ്ടുപോകണേ നിന്റെ കൂടെ എന്ന് പറയുകയാണ്. ഇത്യുക്ത്വാ നിസൃതാ മാതാ ധാത്രേയീ സംയുതാ തദാ വിപ്രൈർദത്താശിഷ സർവേ നിര്യയുർഹർഷ സംയുത എന്ന് പറഞ്ഞിട്ട് ആ അമ്മയും ധാത്രിയും രണ്ടുപേരും കൂടി ഈ സുദർശൻ്റെ കൂടെ പോകാൻ ഒരുങ്ങി. വിപ്രൈർദത്താശിഷ സർവേ, ആ ബ്രാഹ്മണരുടെ മുനിമാരുടെ ആശംസകളൊക്കെ സസന്തോഷം, നിര്യയൂർ ഹർഷ സംയുത, സസന്തോഷം സ്വീകരിച്ചും കൊണ്ട് അവര് അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. വാരാണസ്യാം തതപ്രാപ്ത രഥേനൈകേന രാഘവ ജ്ഞാതസുബാഹുനാ തത്ര പൂജിതശ്ചാർഹണാദിഭി. അവർ വാരാണസിയിലെത്തി. ഒറ്റ രഥത്തിൽ അമ്മയോടും ധാത്രിയോടും കൂടി വന്നിരിക്കുന്ന ആ രഘുകുല കുമാരൻ, ആ രാഘവൻ എത്തിയിരിക്കണു എന്നറിഞ്ഞ സുബാഹു അദ്ദേഹത്തെ യഥാവിധി പൂജിച്ച് സൽക്കരിച്ചു. എന്നിട്ടോ ആ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് നിവേശാർത്ഥം ഗൃഹം ദത്തം അന്നപാനാദികം തഥാ, താമസിക്കാനായിട്ട് മനോഹരമായിട്ടുള്ള ഗൃഹം കൊടുത്തു, ഭക്ഷണം പാനീയം എന്നിവയൊക്കെ കൊടുത്തു. സേവകം സമനുജ്ഞാപ്യ പരിചര്യാർത്ഥമേവച്ച, അതേപോലെ തന്നെ ഇവരെ പരിചരിക്കാനായിട്ട് സേവകന്മാരെയും പ്രത്യേകമായിട്ട് നിയോഗിച്ചു സുബാഹു. മിളിതാസ്ത്വധ രാജാനോ നാനാദേശാധിപാകില, അപ്പോഴേക്കും പല ദേശങ്ങളിൽ നിന്നും നിരവധിയായിരിക്കുന്ന എൻ്റെയൊക്കെ രാജാക്കന്മാർ, അധിപന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ വന്നു ചേർന്നു, വന്നുകൊണ്ടേയിരുന്നു. യുധാജിതപി സംപ്രാപ്തോ ദൗഹിത്രേണ സമന്വിത, അങ്ങനെ വന്നവരുടെ കൂട്ടത്തിൽ യുധാജിത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം ആ തൻ്റെ ദൗഹിത്രനായിരിക്കുന്ന മകളുടെ മകനായിരിക്കുന്ന ആ ശത്രുജിത്തിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ കരൂഷാധിപതിശ്ചൈവ തഥാമദ്രേശ്വരോ നൃപ, കരൂഷ രാജ്യത്തിൻ്റെ അധിപതി, ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം പറയാണ്. കരൂഷ രാജ്യത്തിൻ്റെ അധിപതിയുണ്ട്, അതേപോലെ തന്നെ മദ്രേശ്വര മദ്രാധിപതിയുണ്ട്, സിന്ധുരാജാവ് സിന്ധുരാജസ്തഥാ വീരോ യോദ്ധ മാഹിഷ്മതിപതി, വീരയോദ്ധാവായിരിക്കുന്ന മഹാകേമനായിരിക്കുന്ന ബലശാലിയായിരിക്കുന്ന മാഹിഷ്മതിപതിയും അവിടെ വന്നിട്ടുണ്ട്. പാഞ്ചാല പർവതീയശ്ച, പാഞ്ചാല രാജാവുണ്ട്, അതേപോലെ പർവ്വത പ്രദേശങ്ങളുടെ രാജാവ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ പർവതീയൻ എന്ന് പറഞ്ഞത്. പിന്നെ കാമരൂപോതിവീര്യവാൻ, പർവ്വത പ്രദേശത്തെ രാജാവ് അതിവീര്യവാനാണ്, അതിസുന്ദരനുമാണ്, കാമരൂപനാണ്. കർണാടശ്ചോളദേശീയ, കർണാടക ചോളദേശാധിപതിമാര് അവരും വൈദർഭശ്ച മഹാബല, മഹാപരാക്രമശാലിയായിരിക്കുന്ന വിദർഭ രാജാവും മറ്റും അവിടേക്ക് എത്തിച്ചേർന്നു ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട്. അക്ഷൗഹിണീ ത്രിഷഷ്ടിശ്ച മിളിത സംഖ്യയാ തദാ വേഷ്ടിത നഗരീ സാതു സൈന്യൈ സർവത്ര സംസ്ഥിതൈ. അവിടെ എത്തിച്ചേർന്ന സൈന്യങ്ങൾ മൊത്തം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എത്രയായി? അക്ഷൗഹിണികളുടെ എണ്ണം 63 അക്ഷൗഹിണി സൈന്യം. ഭാഗവതത്തിൽ ജരാസന്ധൻ ഓരോ തവണയും യുദ്ധത്തിന് വരുമ്പോൾ കൊണ്ടുവരുന്നത് 23 അക്ഷൗഹിണി സൈന്യമാണ്. ഇത് 63 അക്ഷൗഹിണി സൈന്യം ഉണ്ടെന്നാണ്. മഹാഭാരത യുദ്ധത്തിൽ കൗരവന്മാരുടെ കൂടെ 11 അക്ഷൗഹിണി സൈന്യവും അതേപോലെ പാണ്ഡവരുടെ കൂടെ 7 അക്ഷൗഹിണി സൈന്യവും ഉണ്ടായതാണ്. 18 അക്ഷൗഹിണി സൈന്യം. ഭഗവാൻ ബാണക്കോട്ട ആക്രമിക്കാനായിട്ട് പോകുമ്പോൾ ഭഗവാന്റെ കൂടെ 12 അക്ഷൗഹിണി സൈന്യമാണ്. ഇവിടെ എല്ലാവരുടെയും സൈന്യം കൂട്ടിവെച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് എത്രയാ? 63 അക്ഷൗഹിണി സൈന്യമുണ്ട്. അപ്പോൾ വലിയ സൈന്യങ്ങൾ, നിരവധി രാജകുമാരന്മാര്, രാജാക്കന്മാര്. പിന്നെയോ ഏതേ ചാന്യേ ച ബഹവ സ്വയംവരദിദൃക്ഷയാ മിളിതാസ്തത്ര രാജാനോ വരവാരണ സംയുത. അവിടെ
വലിയ വലിയ ഗജവീരന്മാരോടും ശ്രേഷ്ഠരായിട്ടുള്ള കുതിരകളോടും ഒക്കെ കൂടി രാജാക്കന്മാര് അവരൊക്കെ സ്വയംവരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ സ്വയംവരം കാണുക എന്നുള്ളതാണ്. സ്വയംവര ദിദൃക്ഷയ, സ്വയംവരം കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, സമ്മേളിച്ചിട്ടുണ്ടായിരുന്നു. മിളിതാസ്തത്ര അന്യോന്യം നൃപപുത്രാസ്തേ ഇത്യൂജുർ മിളിതാസ്തദ സുദർശനോ നൃപസുതോ ഹ്യാഗതോസ്തി നിരാകുല. അപ്പൊ വന്ന ആളുകൾ, അവിടെ എത്തിച്ചേർന്ന രാജകുമാരന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വർത്തമാനം പറയുക അല്ലേ. രാജകുമാരന്മാര് അന്യോന്യം പറയുകയാണ്, രാജകുമാരനായ സുദർശനനും സ്വയംവരത്തിന് വന്നിട്ടുണ്ട്. ഒരു മടിയും കൂടാതെ ഒറ്റയ്ക്ക് വന്നേക്കുകയാണെന്നാണ്. ഏകാഗീരഥമാരുഹ്യ മാത്രാസഹ മഹാമതി. അവിടെ അമ്മയോടൊപ്പം ഒറ്റയ്ക്ക് വന്നേക്കാണ്. മഹാമതി എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമാൻ. അങ്ങനെ ബുദ്ധിമാനായിരിക്കുന്ന സുദർശനൻ അമ്മയുടെ കൂടെ തേരിൽ ഒറ്റയ്ക്ക് വന്നേക്കുന്നു. വിവാഹാർത്ഥമിഹായാത. എന്തിനു വേണ്ടിയിട്ടാണ് വന്നേക്കണത്? സ്വയംവരത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. കാകുൽസ്ഥ കിം नु സാമ്പ്രതം. കാകുൽസ്ഥൻ ആ കകുത്തിൽ ഇരുന്ന് യുദ്ധം ചെയ്ത ആളുകളുടെ പിന്തുടർച്ചക്കാരെന്നുള്ള അർത്ഥത്തിലാണ് കാകുൽസ്ഥൻ എന്ന് ഈ അയോധ്യയിലെ രാജാക്കന്മാരെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള രാജാക്കന്മാർ നിരവധിയാണ്. അവർ സൈന്യത്തോടു കൂടി വന്നേക്കണു. ആ സൈന്യത്തോടു കൂടി വന്ന ആളുകൾ, ചില ആളുകൾ സ്വയംവരത്തിൽ പങ്കെടുക്കാനാണ്, മറ്റു ചില ആളുകൾ സ്വയംവരം കാണാൻ വേണ്ടിയാണ്, ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ്. അങ്ങനെ വന്നിരിക്കുന്ന ആളുകൾ പരസ്പരം സുദർശനന്റെ ആഗമനത്തെക്കുറിച്ച് അവര് സംസാരിക്കുന്നു. അവർ പറയുകയാണ്, മഹാബുദ്ധിമാനായിരിക്കുന്ന സുദർശനൻ ഒറ്റയ്ക്ക് വന്നേക്കണത് സ്വയംവരത്തിൽ പങ്കുചേരാനാണ് എന്ന് അവര് പരസ്പരം സംസാരിക്കുന്ന ആ ഭാഗത്തോടുകൂടി 51-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ തുടർന്നുള്ള 52-ാമത്തെ ശ്ലോകം മുതൽ അനുസ്മരിക്കാം. ഓം ശ്രീ ജഗദംബികായേ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.